ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വ്ളോഗാണ്. ഇന്നത്തെ ദിവസം തീരാറായപ്പോഴാണ് നമ്മൾ വ്ളോഗ് തുടങ്ങുന്ന കാര്യം ആലോചിച്ചത്. വ്ളോഗ് എടുക്കാൻ എൻ്റെ അടുത്ത് ആരാ പറഞ്ഞറിയോ? ഞാൻ അമ്മു ഫ്രം കട്ടപ്പന. അമ്മു ഫ്രം കട്ടപ്പനയാണ് നമ്മുടെ അടുത്ത് വ്ളോഗ് എടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ കൂടെ ആരുണ്ട്? അതുൽ ഫ്രം നിലമ്പൂർ. നിലമ്പൂർ അതുൽ. ഏതാ നിലമ്പൂർ അതുലിൻ്റെ ഒരു വെറൈറ്റി സാധനം ഇവിടെ ഉണ്ടാക്കാൻ പോണേ. നോക്കട്ടെ, തിന്നാനല്ല ഉണ്ടാക്കി തരാൻ. നമ്മൾ ഉണ്ടാക്കാൻ പോണേ. ഞാൻ പൈനാപ്പിൾ ബജ്ജി ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പോൾ പൈനാപ്പിൾ ബജ്ജി ചെയ്യുന്ന അതിൽ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞേ. അമ്മുവാണ് മാവ് കുഴയ്ക്കുന്നത്. കൃത്യമായിട്ട് കുഴയ്ക്കണം. ഓക്കെ, ഞാനിതിൻ്റെ എല്ലാം സൂപ്പർവൈസർ. എനിക്കതാ ഇഷ്ടം. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടി ഒരുത്തൻ ട്രെയിൻ കയറി വരുന്നുണ്ട്. അവൻ വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവനെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരായിരിക്കും. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യ്. ഞാൻ വെക്കണം. അതിലേ ഈ പൈനാപ്പിളിനെ നമ്മൾ എങ്ങനെ ബജ്ജിയാകും? ആദ്യം പൈനാപ്പിൾ മുറിച്ചതാ ഈ വണ്ണം, ഈ വണ്ണത്തിൽ മുറിക്കുക. എന്നിട്ട് അസിസ്റ്റന്റിനോട് മാവ് കലക്കാൻ പറയുക. അസിസ്റ്റന്റ് എന്തൊക്കെയോ കാണിക്കുന്നു. അസിസ്റ്റന്റ് ഈ മാവിൽ എന്തൊക്കെയാണ് ഇട്ടത്? കുറച്ച് സ്പീഡ് കൂട്ടാമോ? ഉപ്പുണ്ട്. നമ്മുടെ പാത്രം ഇതാണോ? നമ്മൾ തുടയ്ക്കണം. പാത്രം തുടയ്ക്കണം, കഴുകിയതുള്ളൂ. ടിഷ്യൂ എടുത്ത് തുടയ്ക്കുക. ഉപ്പുണ്ട് കേട്ടോ, ഉപ്പിടാൻ ഉപ്പിട്ടോ? മുട്ട ബജിക്ക് കലക്കുന്ന പോലെ കലക്കി. എല്ലാ ബജിക്കും ഒരേ സാധനം തന്നെയല്ലേ? അല്ല, ആണല്ലേ? ലൈറ്റ് ഇട്ടാലോ നമുക്ക്? നമ്മൾ സ്റ്റൗ അണക്കണം. നമ്മളതിൽ 9 എന്നിട്ട് മാറിയിരിക്കണം. എന്തിനാ? പൊട്ടും. വെള്ളം ഒഴിച്ചില്ല, വെള്ളം തുടച്ചു. അവനവിടെ ഇരുത്താം, നമുക്ക് മാറിയിക്കാം. നമുക്ക് ആ കർത്തവ്യം നടത്തിയാലോ? അത് എണ്ണ ചൂടായില്ലല്ലോ. എന്നാ പിടിച്ചോട്ടെ. എടുക്കുക, ഇടുക, എടുക്കുക, ഇടുക. ഒന്നുകൂടെ ഇട്ടു. എന്ത് പൊടി? പനീർ മേലോ? ഞാൻ പനീർ മേൽ മേടിച്ചു, പക്ഷെ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ എന്താണ് ആദ്യമായിട്ട് ഉപയോഗിക്കാൻ മേലാണെന്ന് ഒരു ഐഡിയ ഇല്ല. അതെ, ഇത് പനീർ മേൽ. ഞാനിത് ചിക്കൻ പൊരിക്കാൻ വേണ്ടി മേടിച്ചാ. അതിൽ ഫോട്ടോ ഉണ്ട്, കണ്ടാ? ചിക്കൻ പനീർത്തെ മേൽ അല്ല, പനീർത്തെ ഹെൻഷൻ ഞങ്ങൾ കടയിൽ പറയും. എന്താ? ഇല്ല, അത് ഒട്ടും അതിലോട്ട് ഇവിടെയാണ് പൊട്ടിക്കണ്ടത്. ഒട്ടും. പാത്രം റെഡി. മാവ് നമ്മൾ ഇടുന്നു. മാവല്ല, പനീർ മേൽ. സിനിമയിലൊക്കെ ഡയലോഗ് ഡെവലപ്പ് ചെയ്ത് ഇംപ്രവൈസ് ചെയ്ത് വരുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? മതി അതില്ലേ? കൈ എണ്ണ ചൂടാണെന്ന് നോക്കുന്നത് ഇങ്ങനെയാണ്. നോക്കരുത് അങ്ങനെ. നീ നിന്റെ കൈന്നിട്ട് നോക്ക്. ഇങ്ങനെ ചൂടായില്ല. ഇല്ല, സമയലേ ഹൈറ്റ് ടോളറൻസ്. കണ്ണുനീര്. സിനിമയുണ്ടല്ലോ സ്പാനിഷ് മസാലയിലെ ഡയലോഗ്. അത് ഇതിനകത്ത് പുലിവൽ കല്യാണം. ഫിംഗർ ഫ്രൈസ് വേണോ? ഫിംഗർ ഫ്രൈസ് ആണ്. വിസ്മയുടെ എടുക്കാം. വിസ്മയ വരട്ടെ. എണ്ണ കുറച്ച് ബാലൻസ് വെച്ചേക്കാം. ഇത് ഏത് നാട്ടിലെ ബജ്ജിയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാട്ടോ. ഒരെണ്ണം ട്രൈ ചെയ്യുന്നുള്ളൂ. ഇവര് ബജ്ജീനെ ബ്രോസ്റ്റഡ് ആക്കി. അതെ, പൈനാപ്പിൾ ബ്രോസ്റ്റഡ് ബജ്ജി. ഇനി മാറി നിൽക്കുക. ഞാനാ കൂട്ടിയാലല്ലേ തളയ്ക്കൂ. അതല്ലേ അതിന്റെ ഒരു പോയിന്റ്. ഒരു സ്റ്റൈലിന് വേണ്ടി
ഞങ്ങൾ ഉദ്ദേശിച്ചത് മുളക് അല്ല പൈനാപ്പിൾ ബജ്ജി ആയിരുന്നു. ഇപ്പൊ പൈനാപ്പിൾ പനീർട്ട് ബജ്ജിയായി. നമുക്ക് നോക്കാം എന്താ ടേസ്റ്റ് വരുന്നതെന്ന്. ഇവന്റെ പരീക്ഷണം പാളിപ്പോയിരിക്കുന്നു. നമ്മൾ പനീർ മഹൽ ഇനി ഉപയോഗിക്കുന്ന. അതെ, പക്ഷെ ഞാൻ ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കും രണ്ടാമതൊരു കൺഫർമേഷന് വേണ്ടി. ഓക്കെ, യെസ്. അതുവരെ നിനക്ക് പനീർ ചെയ്യാതെ നീ ബജ്ജി ഉണ്ടാക്കിക്കോ. കുറെ ഉണ്ടല്ലോ, ടേസ്റ്റ് നല്ലതാണെങ്കിലോ. ഒരു പ്ലേറ്റ് എടുക്കൂ. ഇതിന് പ്രണവ് തിന്നു നോക്കും. ഞാൻ തിന്നു നോക്കും. ഞാനെല്ലാം തിന്നും. ഒന്നുകൂടെ ഇല്ലല്ല, ഇനി മതി. Ja, warum nicht? Was machst du am neuesten? Ich weiß nicht. Keine Ahnung. Keine Ahnung. Habe ich keine Ahnung. Ah, meine Hand heiß. Das ist sehr heiß, guys. Die pineapple is sehr heiß. Aber wir essen die Mehl. വെജിണ്ടായി കൊടുത്തിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് നിന്നു. എനിക്ക് പൈനാപ്പിൾ വേറെ എന്നാ പറയുന്നത്. Probier ich. Mach bitte ein Video. ഇച്ചിരി ചൂടണ്ടേ? ചൂടുണ്ട്, പക്ഷെ പൈനാപ്പിളിന്റെ അകത്ത് വലിയ ചൂടില്ല. എന്താ ചുമോ? മധുരമുണ്ട്, ചൂടുണ്ട്, കൊള്ളാം, സാധനം കൊള്ളാം. ഐ അപ്രിഷിയേറ്റ് അതുൽ. താങ്ക്സ്. ബട്ട് ദ മെയിൻ ഹൈലൈറ്റ് മൈ പൊടി, പനീർ പൊടി. ഒരു പൊടിയില്ല. കുറച്ചേ ഉള്ളൂ. തന്നെ ഇതാണ് റിയൽ ആയിട്ടുള്ള പൈനാപ്പിൾ ബജ്ജി ബൈ അതുൽ. കട്ടി മുളക് എവിടെ? മുളക് എവിടെ? മുളകാ ബജ്ജി. മുളക് എവിടെ? ഇതേ മുളക്. ഞാനത് ചെയ്തോളാം. Is this the മുളക് we feel browse do? അല്ലസ്. ഈ മുളകിന് എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ജർമ്മനിയിൽ ഈ മുളകിന് €1.5. ഏകദേശം. എനിക്കറിയത്തില്ല, മറന്നായിരുന്നു. എന്നാലും എല്ലാത്തിനും പ്രൊപ്പറേറ്റർ ഇവിടെ ഒരാളേ ഉള്ളൂ. പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അത് ഞാനാ, സോറി, നോക്കിയിടന്ന ആള് ഞാനാ. അസിസ്റ്റന്റ്, മെയിൻ കുക്ക്, പ്രൊപ്പറേറ്റർ. മിഷൻ വിയർ ഫീൽ ഓയിൽ റൈൻമാഹൻ 9. This is Genu Goda. Genu. ഗൈസ്, വിസ്മയ വരേണ്ടി വന്നു ഈ വീട്ടിൽ ഒരു ചായ ഇടാൻ. നമുക്കറിയാം ആർക്കാ ബെസ്റ്റായിട്ട് ചായ ഇടാൻ പറ്റുന്നതെന്ന്. അതെ, ബജ്ജിയൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചിരിക്കുന്ന അതുൽ, ക്ഷീണിച്ച് അപ്പുറത്ത് മാറിയിരിക്കുന്ന അമ്മു മടുത്തോ? ഷെഫ് പിള്ളൈ, വാസ് മാസ്റ്റു. എന്താ ദീപം ഉണ്ടോ? നമ്മളൊന്ന് ബജ്ജിന് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ബസ് കളിക്കാൻ പോവാം. അയ്യേ, നിങ്ങൾ 5 മേടിക്കാൻ, നിങ്ങൾ 6 മേടിച്ചു.